ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പാർക്കിലോട്ടാണ് കേട്ടോ. ഇപ്പൊ സമയം ഏകദേശം ഒരു 7:45 ആയിട്ടുണ്ട്, 7:40 ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നേക്കുവാണ് കേട്ടോ. അപ്പം നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ഞാനും മമ്മിയും കൂടെ ഇവിടെ തൊട്ടടുത്തുള്ള ഒരു പാർക്കിൽ പോവാണ്. ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്യുക, ജോഗിങ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങൾ ഇത് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഞാനും കുട്ടിയും കൂടെ ഒരു ജിമ്മിലൊക്കെ ജോയിൻ ചെയ്തിരുന്നു 1-2 മാസം മുന്നേ. അങ്ങനെ ഞങ്ങള് പോയിക്കൊണ്ടൊക്കെ ഇരുന്നതാണ്. ആദ്യത്തെ കുറച്ചു കാലം റെഗുലർ ആയിട്ട് പോയി, പിന്നെ അത് മുടങ്ങി ഇല്ലാതെയായി. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജിമ്മിൽ പോകണമെങ്കിൽ മിനിമം ഒരു 3 to 4 hours വേണം. എന്താന്ന് വെച്ചാൽ ഫിയ ബേബിന്റെ അടുത്ത് ആരും ഇല്ലാത്തിരുന്നതുകൊണ്ട് നമ്മൾ ഒരാളെ ഇപ്പൊ എന്നെ കൊണ്ട് കുട്ടി ജിമ്മിൽ വിട്ടിട്ട് പിന്നെ ഞാനൊരു 1.5 മണിക്കൂർ 2 മണിക്കൂർ അവിടെ ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ തിരിച്ചു വന്നതിന് ശേഷം കുട്ടി പോകും. അങ്ങനെ ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 4 hours വേണ്ടി വന്നിരുന്നു ദിവസവും. അതുകൊണ്ട് തന്നെ ദിവസവും പോകൽ നടക്കത്തില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറെ കാലം പോകാതെ തന്നെ ജിമ്മിൽ പൈസ കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 59 അതായത് ഓൾമോസ്റ്റ് $60 per 2 weeks. അതായത് ഒരു മാസം വരുമ്പോഴത്തേക്കും ഏകദേശം ഒരു $120 ആണ് വരുന്നത്. എന്ന് പറയുമ്പോഴത്തേക്കും നാട്ടിലെ ഒരു 6700 ഒക്കെ ആയിട്ട് വരും ഏകദേശം. അപ്പം ജിമ്മിൽ പോകുന്നതിന് അത് കൊടുക്കുന്നത് വേർത്തിയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പോവുകയാണെങ്കിൽ കൊടുക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മൾ പോകാതെ പൈസ കൊടുക്കുന്നതിൽ കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പുതിയ വീടെടുത്ത് ഇങ്ങോട്ട് മാറിയ സമയത്ത് ഇവിടെ അടുത്തൊരു പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞപ്പം ഒന്ന് പോയി നോക്കിയപ്പോഴാണ് ജിമ്മിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ ഫെസിലിറ്റിയും ഉള്ളൊരു പാർക്കാണ് കേട്ടോ നമുക്ക് ഇന്നിവിടെ ഉള്ളത്. അപ്പം അത് ഇന്ന് നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് പോയി നോക്കാം. അങ്ങനെ ഞങ്ങളുടെ വീട് നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഏകദേശം ഒരു 300 മീറ്റർ അകലം ഉള്ളു കേട്ടോ ഈ പാർക്കിലോട്ട്. ഇതിലൂടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട് കേട്ടോ നമുക്ക് പാർക്കിലോട്ട് പോകാൻ. ഇതല്ല ഇതിന്റെ മെയിൻ എൻട്രൻസ് ഒന്നും അല്ല, ഇത് ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള ഒരു ഷോർട്ട് കട്ടാണ്. ഒരു കാട് പിടിച്ച സ്ഥലമാണ് കേട്ടോ. സ്റ്റെപ്പ് ഉണ്ട് താഴോട്ട് ഇറങ്ങാൻ. 2 സൈഡിലും അത്യാവശ്യം നല്ല രീതിയിൽ കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. എന്നാലും നടക്കുന്ന പാതകളൊക്കെ ക്ലീൻ ആണ് കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ ഞങ്ങളെ പോലെ തന്നെ നടക്കാനും ജോഗ് ചെയ്യാനും ഒക്കെ ആയിട്ട് കുറേ പേര് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. പൊതുവെ തിരക്ക് കുറഞ്ഞ സമയമാണ് മോർണിംഗ്, കാരണം കുട്ടികളൊന്നും അധികം ഉണ്ടാവില്ല. ഇതുപോലെ എക്സസൈസ് ഒക്കെ ചെയ്യാൻ വരുന്ന കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളുകളെ ഉണ്ടാവുള്ളൂ. അപ്പം ഇന്ന് അധികം പതിവില്ലാതെ കാണുന്നൊരു കാര്യമാണ് കേട്ടോ. ഇപ്പം ഈ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൽ കുറച്ച് കുട്ടികൾ പ്രാക്ടീസിന് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവർക്ക് എന്തെങ്കിലും ഒരു പ്രോഗ്രാമോ ടൂർണമെൻറ്റോ വല്ലതും ഉണ്ടാവും, അതിനുള്ള പ്രിപ്പറേഷനായിട്ട് വന്നതായിരിക്കണം. അങ്ങനെ ഇന്ന് ഞങ്ങൾ കുറച്ച് ദിവസം വന്ന് തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ട് കാണുക കേട്ടോ ഇങ്ങനെ കുറച്ച് കുട്ടികൾ അവിടെ എക്സസൈസും പ്രാക്ടീസും ഒക്കെ ചെയ്യുന്നത് കാണുന്നുണ്ട്. എന്തായാലും ഇത് ഒരു അടിപൊളി പാർക്കാണ് കേട്ടോ. അതായത് ഇവിടെയുള്ള എല്ലാ പാർക്കുകളും ഏകദേശം ഒരുപോലെയൊക്കെ ഇരിക്കും, എല്ലാ സൗകര്യങ്ങളും ഉള്ള പാർക്കാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള ആ ഒരു സൗകര്യങ്ങൾ മാത്രമല്ല, നമുക്ക് എക്സസൈസ് ചെയ്യാനും ലൈക്ക് ഒരു ഓപ്പൺ ജിമ്മ് പോലത്തെ ഒരു സെറ്റപ്പും കൂടി ഉണ്ട് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ വന്ന് എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാനൊക്കെ സാധാരണ ജിമ്മിൽ പോയി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ ജിമ്മിൽ പോയാൽ സാധാരണ വെയിറ്റ് എടുക്കുകയോ അങ്ങനെ ഹെവി എക്സസൈസ് ഒന്നും ചെയ്യാറില്ല. ട്രെഡ്മില്ലിൽ കുറച്ച് ഓടും, പിന്നെ കുറച്ച് അബ്ഡോമൻ്റെ ഒക്കെ എക്സസൈസ്, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ളൂ. എന്തായാലും ഈ പാർക്ക് കണ്ടതിന് ശേഷം അത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്തായാലും എന്നും രാവിലെ ഇവിടെ വരാറുണ്ട്, മഴയില്ലെങ്കിൽ കേട്ടോ. ഇപ്പോൾ ഇവിടെ വിൻ്റർ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെ ഉണ്ട്. അപ്പോൾ മഴയുള്ള ദിവസമാണെങ്കിൽ ഞങ്ങളിത് സ്കിപ്പ് ചെയ്യും. അപ്പോൾ വന്ന പാടെ കുറച്ച് വാമപ്പൊക്കെ ചെയ്തിട്ടേ ഞാൻ ജോഗൊക്കെ ചെയ്യാറുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ നമ്മൾ ചെയ്യുമ്പം വയറൊക്കെ കൊളുത്തിപ്പിടിക്കും. ഇത് കണ്ടോ, ഇവിടെ ഒരു അപ്പച്ചൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെ കണ്ട് അപ്പം അയാൾ പരിചയപ്പെടുന്നതാണ് കേട്ടോ. അയാൾ ഇവിടെ അടുത്ത താമസിക്കുന്ന ഒരു ട്രക്ക് ഡ്രൈവറാണ് എന്നൊക്കെയാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇയാൾക്കൊരു 70+ ഏജ് ഉണ്ട് കേട്ടോ. ഇപ്പോഴും ഇയാളുടെ ആരോഗ്യത്തിലൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതുപോലെ ഏജ്ഡ് ആയിട്ടുള്ള ആളുകളാണ് കേട്ടോ കൂടുതലും ഇവിടെ കാണുന്നത്, ചെറുപ്പക്കാരെ കാണാനേ ഇല്ല. അങ്ങനെ കുറച്ച് വാമപ്പും പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നേരെ കുറച്ച് ഹാർഡായിട്ടുള്ള എക്സസൈസിലോട്ട് കിടക്കുകയാണ് കേട്ടോ. ഇത് അബ്ഡോമിന് വേണ്ടിയിട്ടുള്ള എക്സസൈസാണ്. അധികം ചെയ്യാനൊന്നും പറ്റില്ല. നമ്മൾ തുടങ്ങുമ്പം കുറച്ച് നമ്പറും പിന്നെ പോകെ ഓരോ ദിവസം കൂടുമ്പം കൂടുതലായിട്ട് ചെയ്തുകൊണ്ട് വരാനേ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഏർലി മോർണിംഗ് നമ്മൾ പോകുമ്പോൾ സാധാരണ ഈ ജിമ്മിൻ്റെ ഈ ഇക്വിപ്മെൻറ്റിലൊക്കെ ഇങ്ങനെ വെള്ളം, ഈ മഞ്ഞ് പെയ്തതും ഒക്കെ ആയിട്ട് ഇങ്ങനെ വെള്ളം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊന്നും ഒരു ജാക്കറ്റും കൊണ്ടാണ് പോവുക, അത് വിരിച്ചിട്ട് അതിലിരുന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം എന്തായാലും അടിപൊളി സെറ്റപ്പാണ് കേട്ടോ. ഞാൻ ജിമ്മിൽ പോയാലും ഈ ഒരു സംഭവത്തിലൊക്കെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ജിമ്മിൽ പോയി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പം ഓരോ ജിമ്മിൻ്റെ ഇക്വിപ്മെൻറ്റിലും ഇവിടെ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്, അതുപോലെ ഏത് മസിലിനുള്ള
എന്താ പറയുക ആക്ടിവിറ്റിയാണ് എന്നൊക്കെ ഇവിടെ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് എഴുതി വെച്ചിരിക്കുന്നത് കൂടാതെ നമുക്കിത് കറക്റ്റായിട്ട് ചെയ്യുന്നത് കാണണമെങ്കിൽ അവിടെ ഒരു ബാർകോഡും കൂടി ഉണ്ട് കേട്ടോ. അത് സ്കാൻ ചെയ്താൽ മതി. അതിൻ്റെ യൂട്യൂബ് വീഡിയോ നമുക്ക് കാണാം. അപ്പം പ്രോപ്പറായിട്ട് എങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റും. എന്തായാലും ഇതിനകത്ത് എനിക്ക് കുറച്ച് ഇഷ്ടമുള്ള കുറച്ച് എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഐ മീൻ എനിക്ക് താല്പര്യമുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യും, ബാക്കിയുള്ളതൊക്കെ സ്കിപ്പ് ചെയ്യും. പിന്നെ ഇന്ന് വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് ഞാൻ എല്ലാ ഇതിലും കയറി കേട്ടോ. ചിലതൊക്കെ കുറച്ച് പഴകിയിട്ട് കുറച്ച് സൗണ്ടൊക്കെ കേട്ട് അത്ര യൂസർ ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് തോന്നിയില്ല. ബാക്കി 1-2 എക്യുപ്മെൻ്റ് ഒഴിച്ചാൽ ബാക്കിയൊക്കെ നല്ല വർക്കിംഗ് കണ്ടീഷനിലാണ് കേട്ടോ. അപ്പം എന്തായാലും ഈ ഏർലി മോർണിംഗ് സമയത്ത് അധികം ആളുകളില്ലാത്തതുകൊണ്ട് നമുക്കിത് കംഫർട്ടായിട്ട് ചെയ്യാനും പറ്റും. ഇത് കണ്ടോ, സൈക്ലിങ്ങും ക്ലൈംബിങ്ങും എല്ലാ പരിപാടികളും ഇവിടെ ഉണ്ട്. നമുക്ക് ഏതാണോ ഇഷ്ടം അതൊക്കെ ചെയ്യാം. അങ്ങനെ ഒരു 1/4 മണിക്കൂർ ഞങ്ങൾ ഈ പരിപാടിയൊക്കെ ചെയ്ത് അവസാനമാണ് കേട്ടോ ഞങ്ങൾ ജോഗിങ്ങിലോട്ട് പോകാറ്. അപ്പം ഞാൻ ചെറുതായിട്ട് ജോഗ് ചെയ്യും. സ്പീഡിൽ ഓടാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. അപ്പം ഞാൻ ചെറുതായിട്ട് ജോഗ് ചെയ്യും. മമ്മിയാണെങ്കിൽ ഞങ്ങളുടെ കൂടെ നടക്കും. അത്യാവശ്യം നല്ല ഒരു എന്താ പറയുക റൗണ്ടായിട്ട് നല്ല വലിപ്പമുള്ള ഒരു ഗ്രൗണ്ടാണ് ഇത്. അപ്പം പിന്നെ നമ്മൾ ജോഗ് ചെയ്താലും നമുക്ക് അത്യാവശ്യം 1 കിലോമീറ്റർ ഓളം കവർ ചെയ്യാം. നമ്മൾ ഒരു തവണ കവർ ചെയ്ത് വരുമ്പോഴത്തേക്കും അല്ല റൗണ്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും ഏകദേശം 1 കിലോമീറ്റർ കവർ ആവുന്നുണ്ട്. അപ്പോൾ ഒരു 2-3 അല്ലെങ്കിൽ ഒരു 4 തവണ നമ്മൾ ജോഗ് ചെയ്യുകയാണ് ചുറ്റിനെങ്കിൽ ഒരു 3-4 കിലോമീറ്റർ ഈസി ആയിട്ട് നമുക്ക് കവർ ചെയ്യാം. പക്ഷേ ഒറ്റയടിക്ക് അത് കവർ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുത്ത് ഒരു തവണ റൗണ്ട് അടിച്ച് വന്നതിന് ശേഷം പിന്നെ കുറച്ച് റിലാക്സേഷൻ എക്സസൈസ് ഒക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ പിന്നെ ബാക്കി ജോഗിങ് ചെയ്യുന്നത്. അപ്പം ഞാൻ കൂടുതലും അതിനാണ് ഫോക്കസ് കൊടുക്കുന്നത്. കുറച്ച് എന്താ പറയുക കാർഡിയാക് എക്സസൈസിലാണ് കൂടുതലും ചെയ്യുന്നത്. എനിക്ക് മസിൽ ബിൽഡിംഗ് ഒന്നും അല്ല എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. കുറച്ച് വെയിറ്റ് ലോസ്, പിന്നെ കുറച്ച് ടമ്മിയൊക്കെ കുറയ്ക്കുക, ഇതൊക്കെയാണ്. എന്തായാലും നമ്മൾ ഇവിടെ വന്ന് എന്ത് കസരത്ത് കാണിച്ചിട്ടും നമ്മൾ 3 നേരം ചോറ് കൂട്ടി വയറ് നിറച്ച് ഫുഡ് കഴിച്ചിട്ട് വണ്ണം കുറയ്ക്കാമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല. അപ്പം നമ്മുടെ ഭക്ഷണത്തിലും കൂടെ നല്ല കൺട്രോൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പം നാട്ടിലൊക്കെ ആയിരുന്ന സമയത്ത് മിനിമം 2 നേരം എന്തായാലും ചോറ് കഴിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷേ നാട്ടിൽ നിന്ന് പോയതിന് ശേഷം ദിവസത്തിൽ 1 നേരം മാത്രം ചോറ് കഴിക്കുന്ന ഒരു ശീലത്തിലോട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ചോറിൻ്റെ അളവ് നന്നായിട്ട് കുറച്ച് കറികൾ കൂടുതൽ ഉപയോഗിച്ച് അങ്ങനെ ആണ് ഇപ്പോഴത്തെ ഒരു പതിവ്. പിന്നെ നമ്മുടെ ബേക്കറി ഐറ്റംസും അതുപോലെ ഷുഗറിൻ്റെ അളവും ഒക്കെ കുറയ്ക്കുകയാണെങ്കിൽ അതൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ വെയിറ്റ് ലോസിനും അതുപോലെ ബാക്കി ഒരുപാട് കാര്യങ്ങൾക്ക് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഷുഗർ കുറയ്ക്കാന്നൊക്കെ പറയുന്നത് പറയാൻ ഈസി ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഷുഗറിനോട് ഭയങ്കര ക്രേവിങ്സ് വരും. അപ്പോൾ ഷുഗർ കുറയ്ക്കുന്ന പരിപാടിയൊക്കെ ആദ്യത്തെ 1-2 ദിവസം നന്നായിട്ട് നടക്കുമെങ്കിലും 3-ാമത്തെ ദിവസം പിന്നെ അത് തെറ്റിക്കും. പിന്നെയും 2 ദിവസം കഴിയുമ്പം പിന്നെയും ഷുഗർ നമ്മൾ കട്ട് ഓഫ് ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ കാര്യം. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. പിന്നെ നമ്മുടെ എക്സസൈസും ജോഗിങ്ങും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ പരിപാടി എന്ന് പറയുന്നത് ഇവിടെ ഈ കളിക്കുന്നതിന് വേണ്ടിയിട്ട് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഊഞ്ഞാലും അതുപോലെ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ അതിലൊക്കെ കയറി എന്താ പറയുക ഒന്ന് ചെയ്തൊക്കെ നോക്കി ഒന്ന് റിലാക്സ് ആയിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. ടോട്ടൽ ഏകദേശം ഒരു 1.5 മണിക്കൂർ ഒക്കെ ഞങ്ങൾ ഈ പാർക്കിൽ സ്പെൻഡ് ചെയ്യും കേട്ടോ ഡെയിലി മോർണിംഗ്. അതുപോലെ തന്നെ ഈ സാധനത്തിൽ എപ്പോൾ കയറിയാലും ഉരുണ്ട് വീഴും. അത് ഞാൻ എന്നും ട്രൈ ചെയ്യാറുണ്ടൊന്ന് പ്രോപ്പറായിട്ട് ചെയ്യാൻ. പക്ഷേ എപ്പം കയറിയാലും അത് ശരിയാവില്ല, എപ്പോഴും വീഴാറുണ്ട്. എന്നാലും കയറാതിരിക്കില്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ വിൻ്റർ ആയതുകൊണ്ട് രാവിലെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല മടി വരും. പക്ഷെ ആ മടിയെ അതിജീവിച്ച് നമ്മൾ ഈ എക്സസൈസ് ചെയ്യാൻ വരുവാണെങ്കിൽ നല്ല സുഖമാണ് കേട്ടോ. ഒരു പ്രത്യേക ഒരു എനർജി കിട്ടും നമ്മൾ ഒരു ജോഗൊക്കെ ചെയ്ത് തിരിച്ച് വീട്ടിലെത്തുമ്പോഴത്തേക്കും. ഞാനും മമ്മിയും കൂടെ 1 മാസമായി ഈ പരിപാടി തുടങ്ങിയിട്ട്. അപ്പോൾ പകുതി ദിവസം മഴ ആയതുകൊണ്ട് ഞങ്ങൾ മിസ്സാക്കും. പിന്നെ നല്ല വെതറുള്ള ദിവസം മാത്രമേ ഞങ്ങളിങ്ങനെ വരുള്ളൂ. ഇപ്പം ഞാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് ഇതിന് വരുന്നത്. ഞാൻ സാധാരണ ഇവിടെ നൈറ്റാണ് കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ നൈറ്റ് കഴിഞ്ഞിട്ട് വന്ന് ഞാനും മമ്മിയും കൂടെ ഇങ്ങനെ പോകാറാണ് പതിവ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 300 മീറ്റർ അകലേ ഉള്ളൂ ഈ പാർക്കിലോട്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ജോഗ് ചെയ്യാനും അത്യാവശ്യം എക്സസൈസിനുള്ള ഫെസിലിറ്റീസ് ഒക്കെ അവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു അടിപൊളി പരിപാടിയാണ്. എന്തായാലും മമ്മീനെ ഞാൻ നാട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് 4 കിലോ കുറച്ചിട്ടുണ്ട്. ചോറിൻ്റെ അളവൊക്കെ കുറച്ച് കറിയുടെ അളവുകളൊക്കെ കൂട്ടി. ഇപ്പോൾ നമ്മുടെ നാട്ടിലത്തെ ഒരു ഇതുണ്ടല്ലോ, ചോറ് കഴിക്കാൻ വേണ്ടി കറി ഉണ്ടാക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, കുറേ ചോറും കുറച്ച് കറികളും. അപ്പോൾ ആ സിസ്റ്റമൊക്കെ മാറ്റി കുറച്ച് ചോറും കുറേ കറികളുമായിട്ട് ഉള്ള ഫുഡൊക്കെ അങ്ങനെയൊക്കെയുള്ള ഫുഡൊക്കെ ആയിട്ടാണ് ഇപ്പം കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ 4 കിലോ കുറഞ്ഞു. അതുപോലെ ബ്ലഡ് ഷുഗറും കുറഞ്ഞല്ലേ. നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ചെക്ക് ചെയ്തപ്പം ഫാസ്റ്റിങ് 265 അങ്ങനെ എന്തോ ആയിരുന്നു.
ഇപ്പം ചെക്ക് ചെയ്തപ്പം 145 ആണുള്ളത്. അപ്പം അതൊക്കെ എഫക്റ്റ് ആയിട്ടുണ്ട്, വെയിറ്റും കുറഞ്ഞിട്ടുണ്ട്. അപ്പം മിക്കവാറും നാട്ടിൽ തിരിച്ചു ചെല്ലുമ്പോഴത്തേക്കും കാണുന്നവരൊക്കെ പറയും, ഒരു മോളുടെ അടുത്ത് ഓസ്ട്രേലിയയിൽ പോയിട്ട് ആൻസി വന്നേക്കുന്ന കോലം കെട്ടാണ്, മെലിഞ്ഞു തൊലിഞ്ഞ് അവൾക്ക് അവിടെ ഭക്ഷണമൊന്നും കൊടുത്തില്ലെന്ന് തോന്നുന്നു എന്നൊക്കെ ആയിരിക്കും മിക്കവാറും പറയാൻ പോകുന്നത്. പക്ഷേ അത് നമ്മുടെ നാട്ടിൽ അങ്ങനെയാണല്ലോ, ഇച്ചിരി തടിച്ചിരുന്ന നല്ല ആരോഗ്യമാണ് എന്നൊരു മിത്ത് ഇപ്പോഴും ഉണ്ട്. കുറേ പേർക്കൊക്കെ അറിയാതെ അങ്ങനെയല്ലെന്ന്. പക്ഷേ പൊതുവേ നമ്മുടെ നാട്ടിലിങ്ങനെ ഇപ്പം നമ്മുടെ കാരണവന്മാരൊക്കെ ഇങ്ങനെ പറയുമല്ലോ, നല്ല തടിച്ചുരുണ്ട്, എന്നാ ഒരു എന്താ പറയുക, ഹെൽത്തിയാണ്, ആരോഗ്യമുള്ള മനുഷ്യനാണെന്നാണ് പറയുക. തടിച്ചുരുണ്ടായിരിക്കുന്നെങ്കിലും മെലിഞ്ഞിരിക്കുന്നെങ്കിൽ അയാൾ കുരഞ്ഞിരിക്കുക, അയാൾ കാറ്റ് വന്നാൽ വീണു പോകും, അല്ലെങ്കിൽ ഒരു ആരോഗ്യമില്ലാത്ത മനുഷ്യനാണെന്നേ പറയുള്ളൂ. സത്യത്തിൽ മെലിഞ്ഞിരിക്കുന്ന ആൾക്കാണ്, മെലിഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ അങ്ങനെ മെലിഞ്ഞിരിക്കുന്നതല്ല, എന്നാലും ഫിറ്റായിട്ടിരിക്കുന്ന ആളാണ് ആരോഗ്യവാൻ എന്നുള്ള കാര്യം ഇപ്പം ആളുകൾ മനസ്സിലാക്കി വരുന്നു. എന്തായാലും ഇത് എത്ര നാൾ മുന്നോട്ട് പോകുമെന്ന് അറിയത്തില്ല. അപ്പം മാക്സിമം മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കണം. കാരണം എന്നാണെങ്കിലും എന്താ പറയുക, എക്സസൈസൊക്കെ ചെയ്യുന്നത് നല്ലതാണല്ലോ. അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെയായിരുന്നു എനിക്ക് കാണിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്. Thank you all for watching this here video. Please like and subscribe.